ഇന്ത്യൻ രൂപയുടെ മൂല്യം വലിയ രീതിയിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിറംസ് നാട്ടിലേക്ക് അയച്ചാൽ 24 രൂപ വരെ കിട്ടുന്ന സ്ഥിതിയിലേക്കുണ്ട്. ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 23 രൂപ 80 പൈസയിലേക്ക് എത്തിയിരിക്കുകയാണ്. 85 പൈസയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് പരമാവധി കടം വാങ്ങിച്ചും ലോൺ എടുത്തുമൊക്കെ നാട്ടിലേക്ക് പണം അയച്ചാൽ കൊള്ളാം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള ആളുകളോട് സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ കെ വി ഷംസുൻ സാറിന് പറയാനുള്ളത് എന്താണ്? ഇന്ത്യൻ കറൻസി താഴുന്ന എല്ലാ സന്ദർഭങ്ങളിലും പ്രവാസികളായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്യാറുള്ളത് കടമെടുത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പൈസ അയക്കുക, എന്നിട്ട് അത് ആ പൈസ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് ബുദ്ധിപൂർവമാണ്. കാരണം ബാങ്കിൽ നിന്ന് 4% മുതൽ പലിശ വരുള്ളൂ ഇവിടുന്ന് ലോൺ എടുക്കുമ്പോൾ. അത് നാട്ടിലേക്ക് അയച്ച് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 15% ഒക്കെ കിട്ടും. അപ്പോൾ അത് ലാഭകരമാണ്. അതും ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കേണ്ടത്, നമ്മുടെ ശമ്പളം കൊണ്ട് കൃത്യമായി ഇത് അടച്ചു തീർക്കാൻ സാധിക്കാവുന്ന ഒരു EMI ആയിരിക്കണം നമ്മൾ ലോൺ എടുക്കുമ്പോൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ ദോഷം സംഭവിക്കില്ല. അതേ സമയത്ത് ഇവിടെ വേറൊരു സംഭവം നടക്കുന്നുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ സ്ഥിരം സംഭവിക്കുന്നത്, നിങ്ങൾ ഇത്ര പൈസ അയക്കണമെങ്കിൽ 10% തന്നാൽ മതി എന്ന് പറയും. ഒരു 5000 ദർഹം നാട്ടിൽ അയക്കണമെങ്കിൽ 500 ദർഹം തന്നാൽ മതി, അയക്കാം, 5000 നിങ്ങൾ അയക്കാം എന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അത് ബാങ്കിങ് ചാനലിലല്ല അയക്കുന്നത്, ഹവാലയിൽ കൂടിയാണ്. അപ്പോൾ അത് തന്നെ മിസ്റ്റേക്ക്. നമ്മുടെ രാജ്യത്തിലേക്ക് ഇല്ലീഗൽ ആയിട്ടുള്ള ചാനലിൽ കൂടെ പണം അയക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. 1000-ന് പ്രതിമാസം 100 ദർഹമാണ് കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ 120% പലിശ എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ആരും തന്നെ വട്ടിപ്പലിശയ്ക്ക് പണം മേടിച്ച് ഇന്ത്യൻ റുപ്പി താഴോട്ട് വരുന്ന സമയത്ത് അയക്കരുത്. എൻ്റെ മൊബൈൽ നമ്പർ 05064678801. ഇത് എത്രയോ വർഷമായി എല്ലാവർക്കും കൊടുക്കുന്ന നമ്പറാണ്. അതുകൊണ്ട് നമ്പർ എപ്പോഴും എൻഗേജിലാവും. പക്ഷേ നിങ്ങൾ ഒരു മിസ് കോള് ചെയ്താൽ എന്നെ കിട്ടിയില്ലെങ്കിൽ ഞാൻ പിന്നീട് നിങ്ങളെ തിരിച്ചു വിളിക്കും. അതുപോലെ തന്നെ ഇതിൽ വാട്സപ്പ് ഉണ്ട്, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. കഴിയുന്നു ടെക്സ്റ്റ് മെസ്സേജ് അയക്കുക, അതായിരിക്കും നന്നായിരിക്കുക എന്നും കൂടെ സൂചിപ്പിക്കുന്നു.